ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവർക്കും വീട്ടിൽ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും സപ്പോർട്ടാക്കണം, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ടൊയോട്ടൻ്റെ ഏറ്റവും മികച്ച 3 കാറുകളെ കുറിച്ചാണ്. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ, അതേപോലെ തന്നെ ഫോർച്യൂണർ എന്നുള്ള 3 മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വണ്ടികൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള കാർ, അതേപോലെ തന്നെ ഈ വണ്ടികളിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ഈ ഒരു 3 വണ്ടികളിൽ മാറ്റങ്ങൾ എന്താണ്, എനിക്ക് പ്രൈസ് റേഞ്ചിലായാലും മൈലേജിലായാലും അതേപോലെ തന്നെ യാത്രാ സുഖങ്ങളുടെ ഡിഫറൻസ് എന്താണ്, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടികളിൽ 3 വണ്ടികളിൽ ഏതൊരു വണ്ടികൾ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് മാറുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 3 വണ്ടികളെ കുറിച്ചുള്ള ഡിഫറൻസും അതേപോലെ തന്നെ എന്താ പറയുക പ്രൈസ് റേഞ്ച്, മൈലേജ്, പെർഫോമൻസ്, പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ ഡൽഹി വണ്ടികൾ ഇഷ്ടംപോലെ ഇപ്പോൾ കേരളത്തിലോട്ട് കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ലാഭവും കാര്യങ്ങളും, അതേപോലെ തന്നെ ടൊയോട്ടൻ്റെ വണ്ടികൾ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഉപകാരം കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കമ്പാരിസൺ വീഡിയോ അല്ല, മൂന്ന് ഡിഫറൻസ് ആയിട്ടുള്ള വണ്ടികളാണ്. പിന്നെ അതേപോലെ തന്നെ 2 വണ്ടികൾ MPV സെഗ്മെൻറ്റിലുള്ളതും, അതേപോലെ തന്നെ ഈ ഫോർച്യൂണർ എന്നുള്ള ഈ ഒരു മോഡൽ SUV ഓഫ് റോഡർ സെഗ്മെൻറ്റിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടും ഈ ഒരു വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വണ്ടി ഏതായിരിക്കും, നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ചുള്ള ഏതൊരു വണ്ടിയായിരിക്കും, അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കാറുകളിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്നോവയിലേക്ക് പോകാം. അപ്പോൾ ഇന്നോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു 7 സീറ്റർ അല്ലെങ്കിൽ 8 സീറ്റർ വണ്ടിയാണ് ഇന്നോവ. ടൊയോട്ട ഇന്നോവ ഇറങ്ങുന്നത് കിജാങ് കോളിസ് എന്നുള്ള മോഡൽ നിർത്തി വെച്ചിട്ട് 2005 ശേഷമാണ് ഇറങ്ങിയത്. 2005 മുതൽ 2025 വരെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് 7 സീറ്റർ വണ്ടികളിൽ ഏറ്റവും നല്ല മികച്ചൊരു വണ്ടി എന്നുള്ള പേര് ഇപ്പോഴും ടൊയോട്ട ഇന്നോവ ഓൾഡ് മോഡൽ ഇന്നോവയാണ്. അതായത് 2.4 അല്ലെങ്കിൽ 2.5 വരുന്ന ആ ഒരു ഡീസൽ എഞ്ചിനോട് വരുന്ന 2500 കെ വി കപ്പാസിറ്റി വരുന്ന ആ ഒരു മോഡലിനാണ്. അപ്പോൾ ആ വണ്ടിക്ക് ഏറ്റവും ഒരു മികച്ചതാവാനുള്ള മെയിൻ കാരണം വെച്ചാൽ അതിൻ്റെ ഒരു റൈഡിങ് കംഫോർട്ടാണ്. പിന്നെ ലോങ് ഡ്രൈവിന് ഏറ്റവും പക്ക ഒരു വണ്ടി ടൊയോട്ട ഇന്നോവ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അതിന് നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസിനെ ആ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ഓടിക്കുന്നവർക്ക് 12, 13, 14 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നവരുണ്ട്. പിന്നെ ലോ ബഡ്ജറ്റിൽ നമുക്കിപ്പോൾ നിലവിൽ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള വണ്ടികൾ കിട്ടാണ്ട്. അപ്പോൾ ഒരു ഫ്രോഡ് പരിപാടിയിൽ പോയി ചാടരുത്. ഒരിക്കലും ഞാൻ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കണമെന്നല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏകദേശം 2.5 ലക്ഷം മുതൽ ഒരു 11-15 ലക്ഷം വരെയൊക്കെ റേറ്റിൽ വണ്ടികൾ കിട്ടാണ്ട്. 2005 വണ്ടിയൊക്കെ ആണെങ്കിൽ 2.5 ലക്ഷം 3 ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് പ്രൈസ് റേഞ്ച്. ഇപ്പോൾ നല്ല ലോ ആയിട്ട് കിട്ടാണ്ട്. പക്ഷേ അത് എത്രമാത്രം കാലപ്പഴക്കമുള്ള വണ്ടി, അവിടെ ഓടാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് തരുന്നുള്ളത്, നമ്മൾ ഓർക്കണം. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ 2.5 ലക്ഷത്തിനൊന്നും എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നല്ലൊരു രീതിയിൽ കുഴപ്പമില്ലാത്ത 2014 വണ്ടിയൊക്കെ ആണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ഒക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നാട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് മുടക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി അതേപോലെ 2014 വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന വണ്ടിയാണ്. ഏജൻറ്റ് വഴിയാണ് കൊടുക്കുന്നത്. ഏകദേശം 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഈ ഒരു വണ്ടീൻ്റെ പ്രൈസ്. കാരണം എന്താ വെച്ചാൽ ആ ഏജൻറ്റിന് ഏകദേശം അത്ര ഒരു 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിലൊക്കെ അയാൾ മേടിച്ചിട്ടുണ്ടാവാൻ അവിടുന്ന് ചാൻസ് ഉണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വന്നിട്ട് NOC മാറ്റാൻ, അതേപോലെ തന്നെ ട്രക്കിങ് കൊണ്ടുവരാനുള്ള ചാർജിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പാടെ ഫുള്ളായിട്ട് ഈ ഒരു വണ്ടിക്ക് 7 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ ഏകദേശം NOC എടുക്കാനും പിന്നെ അതേപോലെ തന്നെ ടച്ചും പോളിഷും ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ 7 ലക്ഷം രൂപ ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രൈസ് ഏകദേശം വരുന്നത് 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കാം. അപ്പോൾ 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്ക് 2014 ഇന്നോവകൾ കിട്ടാണ്ട് നല്ലൊരു വണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് എന്താണ് പറയുക കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. ബോഡിയിൽ കുറച്ച് എന്താ പറയുക പെയിൻറ്റിനും കാര്യങ്ങളൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ തീർത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് പക്ക ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും പെയിൻറ്റിന് ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് കൊടുത്തതിന് ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഏകദേശം ഒരു ലോ ബഡ്ജറ്റ് കാറാണ്. 7 സീറ്റർ വേണം, ഫാമിലി യൂസിനാണ്, അതേപോലെ തന്നെ ലോങ് ഡ്രൈവ് പോകാനാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജിന് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇത് 7 സീറ്റർ ആയിട്ടും 8 സീറ്റർ ആയിട്ട് 2 മോഡൽ അവൈലബിൾ ആണ്. ഇത് 8 സീറ്ററാണ് ഈ ഒരു വണ്ടി. പിന്നെ എത്ര ലോഡ് വെച്ചാലും ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ചു പോകും. ആ വണ്ടിക്ക് എത്ര ഓടിച്ചാലും മടുക്കാത്തൊരു എഞ്ചിനും ടൊയോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ലോങ് ടൈം റണ്ണിങ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. നല്ലൊരു 7 സീറ്റർ കാർ തന്നെയാണ് കേട്ടോ ഈ ഒരു ഇന്നോവ. അപ്പോൾ നല്ലൊരു എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 5
ലക്ഷം ഒരു 6 ലക്ഷം രൂപക്കൊക്കെ നല്ലൊരു 7 സീറ്റർ കാറിന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനും കുറഞ്ഞ പ്രൈസിലും ഉണ്ട്, അതിൽ കൂടിയ പ്രൈസും ഉണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് കണ്ടീഷനുള്ള വണ്ടി, അതായത് എന്താ പറയുക ഗുഡ് കണ്ടീഷൻ ഒരു കാറ് ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപക്കൊക്കെ 2014 ഒരു 13 വണ്ടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ നോക്കിയെടുക്കുക. ഞാൻ ഒരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. നല്ല വണ്ടികൾ കിട്ടാണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ നല്ല വണ്ടികൾ കിട്ടാണ്ട്. അപ്പോൾ ഡൽഹിയിലത്തെ വണ്ടികൾ ഇവിടേക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഡൽഹിയിലുള്ള ആ മാർക്കറ്റിൽ ഒരു ഓപ്പൺ വേൾഡാണ്. അവിടെ UP വണ്ടികളും അതേപോലെ തന്നെ ചാണ്ഡിഗ്രഹ് വെസ്റ്റ് ബംഗാൾ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡൽഹിയിലാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ എടുക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡൽഹി വണ്ടി മാത്രം ആവില്ല. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടി ഡൽഹി രജിസ്ട്രേഷൻ മാത്രമാവില്ല. ഡൽഹി രജിസ്ട്രേഷനിലെ വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ 15 കൊല്ലങ്ങൾക്ക് മുന്നുള്ള വണ്ടികൾ ഇവിടെ രജിസ്റ്റർ ആവുന്നില്ല. അപ്പോൾ 15 കൊല്ലത്തിൻ്റെ ബാക്കിലോട്ട് ഒരു 10-12 കൊല്ലക്കായ വണ്ടികളൊക്കെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 2014 വണ്ടിയാണ് ഇപ്പോൾ ഇത്. ഇതിന് ഇവിടെ NOCയും കാര്യങ്ങളൊക്കെ അവർ എടുത്തുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് തന്നെ ഈ വണ്ടി ഓടുന്നുണ്ട്. ഏകദേശം 12-13 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിക്ക് മൈലേജ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല വണ്ടി പക്കയാണ്. ഞങ്ങൾ നാളെ എന്താ പറയുക റൈഡും കാര്യങ്ങളൊക്കെ ഇതിൽ പോയിട്ടുള്ളതാണ്. ഊട്ടി കൊടൈക്കനാൽ ഞങ്ങളുടെ റൈഡൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാറാണ്. ഇതുവരെ ഒരു കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. ഏകദേശം 4-5 മാസമായി ഈ ഒരു വണ്ടി നാട്ടിലേക്ക് എത്തിയിട്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യം പറയാൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഇന്നോവ ക്രിസ്റ്റൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നോവ ക്രിസ്റ്റനെ കുറിച്ച് പറയാം. ഈ ഒരു ഇന്നോവ 2016 കൂടി നിർത്തി. അതിനുശേഷം ഇറങ്ങിയതാണ് 2016 ശേഷം ഇറങ്ങിയതാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള മോഡലിൽ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും അല്ലായിരുന്നു. കുഴപ്പമില്ലാത്ത ഈ ഒരു വണ്ടിക്ക് അനുസരിച്ചുള്ളൊരു എഞ്ചിനും ഗിയർ ബോക്സൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ട് വന്ന ആ ഒരു 2.8 ലിറ്റർ അതായത് ഡീസൽ എഞ്ചിന് വരുന്ന പഴയ ക്രിസ്റ്റ എന്ന് പറയുമ്പോൾ 2016 ശേഷം ഇറങ്ങിയ ആ ഒരു ക്രിസ്റ്റയ്ക്ക് 2.7 2.8 എന്നുള്ള 2 ഡീസൽ വേരിയന്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഇന്നോവ ക്രിസ്റ്റനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നുകൂടിയും ഈ ഒരു വണ്ടിനേക്കാളും കുറച്ചും കൂടി സെറ്റപ്പും ഒന്നുകൂടി ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്താ ഫോർച്യൂണറും നിലവിൽ ആ ഒരു ടൈമിൽ 2009 ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഈ ഒരു ക്രിസ്റ്റ ഈ ഒരു ഇന്നോവനേക്കാളും പവർഫുള്ളാണ്. ഏകദേശം ആ ഒരു ഫോർച്യൂണറിൻ്റെ അത്രയും സാമ്യം വരുന്ന ഒരു എഞ്ചിനായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നോവ ക്രിസ്റ്റ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും കാര്യങ്ങളുണ്ടാവും. ഈ നോർമൽ അതായത് ഓൾഡ് ടൈപ്പ് ഇന്നോവനേക്കാളും അത്യാവശ്യം ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ സേഫ്റ്റി അതായത് SRS എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ അവൈലബിൾ ആണ്. ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടുന്നുള്ളൂ. പക്ഷേ ഏകദേശം ഇതേ ഒരു എഞ്ചിനും അതേപോലെ തന്നെ എന്താ പറയുക റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വണ്ടിക്ക് വരുന്നത്. പഴയ ഇന്നോവനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഓൾഡ് ടൈപ്പ് ഇന്നോവൻ്റെ ഒരു വികാരമൊന്നും പുതിയ ക്രിസ്റ്റയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിനെ വെച്ച് നോക്കുമ്പോൾ ക്രിസ്റ്റയ്ക്ക് കുറച്ച് ഒരു പൊടിക്ക് റൈഡിങ് കംഫോർട്ട് കുറവായിരുന്നു. പഴയ ഇന്നോവയാണെങ്കിൽ ലോങ് ഡ്രൈവിന് കിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്രിസ്റ്റൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ക്രിസ്റ്റ അടിപൊളി പവർഫുൾ എഞ്ചിനാണ്. പഴയ ഇന്നോവയ്ക്ക് കുറച്ച് പവർ കുറവായിരുന്നു, അതിലും പവർഫുള്ളായിരുന്നു. പുതിയ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ഒരു ക്രിസ്റ്റയ്ക്ക് ഒരു 2.8 2.7 അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്. അത് മാത്രമല്ല എന്താ പറയുക ഫോർച്യൂണറിൻ്റെ സാമ്യം തോന്നിക്കുന്ന അത്രമാത്രം പവറുള്ള ഒരു എഞ്ചിനും ക്രിസ്റ്റയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം ഈ ഒരു വണ്ടി ഏകദേശം ഒരു 5 ലക്ഷം രൂപക്കൊക്കെ 2014 ടൊയോട്ട ഇന്നോവ കിട്ടുകയാണെങ്കിൽ ഒരു 10-11 ലക്ഷം രൂപയൊക്കെയാണ് ക്രിസ്റ്റയ്ക്ക് എന്താ പറയുക നല്ലൊരു വണ്ടിക്ക് കിട്ടാൻ വരാൻ പോകുന്ന പ്രൈസ്. 2016 വണ്ടിക്ക് 2016 ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഒരു 10 ലക്ഷം 11 ലക്ഷം 12 ലക്ഷം രൂപക്കൊക്കെ കിട്ടാനുണ്ട്. ഒരു 75,000-80,000 കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പോൾ നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ ആയിട്ട് പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ചോയ്സ് ക്രിസ്റ്റ ആണെങ്കിൽ എന്തായാലും എടുത്തോളൂ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്ക് 13-14 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നവരുണ്ട്. നല്ല രീതിയിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ 14-15 കിട്ടുന്നവർ വേറെ ഉണ്ട്. ഞാനിത് തള്ളില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് 14-15 കിലോമീറ്റർ മൈലേജൊക്കെ ലോങ് ഡ്രൈവിൽ കിട്ടിയിട്ടുണ്ടെന്ന്. കുറവുള്ളവരുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്നതിൻ്റെ ആ സ്റ്റൈൽ അനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ നോക്കിയിട്ട് അതേപോലെ തന്നെ ഫ്യൂൽ എക്കണോമിക്ക് പിടിച്ച് പോവുകയാണെങ്കിൽ 14 കിലോമീറ്റർ മൈലേജൊക്കെ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് കിട്ടാറുണ്ട്. അത് നല്ലൊരു മൈലേജ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ 7 സീറ്റർ വണ്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു മൈലേജ് തന്നെയാണ് 14 കിലോമീറ്റർ. ഇന്നോവ ക്രിസ്റ്റ എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ്. ഓൾഡ് മോഡലിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് റൈഡിങ് കംഫോർട്ടിന് മാത്രമാണ് ഒരു കുറവുള്ളൂ. പവറും അതേപോലെ തന്നെ സ്റ്റേബിളും ലോങ് ടൈം റണ്ണിങ് എല്ലാം കൊണ്ടും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ വില്ലൻ റോളുള്ള ടൊയോട്ട ഫോർച്യൂണറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ വണ്ടി ടൊയോട്ട ഫോർച്യൂണർ. ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോയിൽ 3 വണ്ടികളെ കുറിച്ചും കമ്പയർ ചെയ്യല്ല. നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ 3 വണ്ടികൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു 3 വണ്ടികൾ എടുക്കാനുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും ആ ഒരു കൺഫ്യൂഷൻ തീരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാരക്ടർ വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതായാലും
ആയിരിക്കും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒരിക്കലും ഇതൊരു കമ്പാരിസൺ വീഡിയോ അല്ല. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണറിനെ കുറിച്ചാണ്. ഒരു വില്യൻ റോഡിലുള്ള നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന പക്ക പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. ഏകദേശം 2.8 ലിറ്ററാണ് ഡീസൽ എഞ്ചിനാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ ഫോർച്യൂണർ ഓൾഡ് ഫോർച്യൂണർ വന്നിരുന്നത് 3.0 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു. പിന്നെ പെട്രോളും അവൈലബിൾ ആണ്. അധികം ആൾക്കാരും എന്താ പറയുക ഡീസലാണ് എടുക്കാറ്, ഒന്നുകൂടി പവർഫുള്ളായിട്ടുള്ള എഞ്ചിനും പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടുന്ന ഈ ഒരു ഫോർച്യൂണർ. അപ്പോൾ ഈ ഒരു ഫോർച്യൂണറെ കുറിച്ചാണ് പറയുന്നത്. 2025 മോഡലാണ് ഈ ഒരു ഫോർച്യൂണർ. ഏകദേശം ഒരു 5 മാസം പഴക്കം മാത്രമേ ഈ ഒരു വണ്ടിക്കുള്ളൂ. ഏകദേശം 4000 കിലോമീറ്ററാണ് ഈ ഒരു ഫോർച്യൂണർ ഓടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയാം. ടൊയോട്ട ഫോർച്യൂണർ പക്ക പവർഫുൾ എഞ്ചിനാണ് ഇതിന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താ പറയുക MPV സെഗ്മെൻറ്റാണ് രണ്ട് വണ്ടികൾ മുമ്പ് പറഞ്ഞത്. ഇന്നോവ ക്രിസ്റ്റയും MPV സെഗ്മെൻറ്റിൽ വന്ന ഒരു ലോങ് ഡ്രൈവ് കാറെന്ന് അല്ലെങ്കിൽ ഒരു ഫാമിലി കാറെന്നൊക്കെ സൂചിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വണ്ടി അതല്ല, ഇത് SUV ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി SUVയിൽ വരുന്ന മിഡ് SUVയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി അതും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. രണ്ടും രണ്ട് സെഗ്മെൻറ്റിലാണ് കിടക്കുന്നത്. പിന്നെ എന്താ പറയുക, 3 വണ്ടികളായിട്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഏകദേശം സാമ്യം തോന്നിക്കും. ക്രിസ്റ്റൻ്റെ ഏകദേശം പവറൊക്കെ വരുന്ന ഒരു എഞ്ചിനാണ് ഇതിലും വന്നുള്ളത്. പക്ഷെ നമുക്ക് ഓടിക്കുമ്പോൾ ഇത് ഒന്നുകൂടി ക്രേസി ആയിട്ടും കുറച്ചും കൂടി പവറൊക്കെ ആയിട്ട് തോന്നും. പിന്നെ ഫോർച്യൂണർ ഒരു ഓഫ് റോഡ് സെഗ്മെൻറ്റുള്ള വണ്ടിയാണ്. പിന്നെ മറ്റു വണ്ടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് എന്താ പറയുക ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ 2 വണ്ടികൾ, അതായത് ഇന്നോവ ക്രിസ്റ്റയും ഇന്നോവയും വെച്ച് നോക്കുകയാണെങ്കിൽ ലോങ് ഡ്രൈവിൻ്റെ കാര്യത്തിൽ കുറച്ച് കംഫോർട്ട് ഈ പുള്ളിക്ക് കുറവാണ്. എന്നാൽ നല്ലോണം കുറവാണെന്നല്ല പറഞ്ഞത്. ആ 2 വണ്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് ചെറിയൊരു ബോഡി റോളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ ഇത് ഫാമിലി യൂസിനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഏതാச்சுം എടുക്കാമെന്നുള്ളൂ. ഫാമിലി യൂസ് ആണെങ്കിൽ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവ ആയിരിക്കും. അപ്ഡേറ്റഡ് ആയിട്ടാണെങ്കിൽ ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവ. അപ്പോൾ ഇത് ഫാമിലി യൂസിന് പറ്റില്ല എന്നല്ല പറഞ്ഞത്. ഒന്നുകൂടി കുറച്ച് ബോഡി റോളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഏറ്റവും ബാക്കിലത്തെ റോയിലുള്ള ആ ഒരു സീറ്റ് കുറച്ച് എന്താ പറയുക കുലുക്കവും ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഓഫ് റോഡ് വണ്ടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ടൊയോട്ട ഫോർച്യൂണർ ഒന്നും ആരും നോക്കിപ്പോകുന്നൊരു വണ്ടി തന്നെയാണ്. അത്രയും ലുക്കാണ് വണ്ടികളത്. പിന്നെ അത് മാത്രമല്ല എവിടെ കൊണ്ടേ നിർത്തിയാലും ഇതിൽ കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ അത്രയും റോഡ് പ്രസൻസാണ് ഈ ഒരു വണ്ടി തരുന്നത്. പിന്നെ നമ്മൾ കൊടുക്കണ പൈസക്കുള്ള ആ പവർഫുൾ എഞ്ചിനും അതേപോലെ നമുക്ക് ലോങ് ഡ്രൈവ് ഒരിക്കലും പോകാൻ പറ്റാത്തൊരു വണ്ടി എന്നല്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലോങ് ഡ്രൈവ് ഞങ്ങൾ ഇതിൽ പോയിട്ടുള്ളതാണ്. മെയിനായിട്ട് ഈ ഒരു ഫോർച്യൂണർ എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ് വെച്ചിട്ടാണ് ആൾക്കാർ എടുക്കുക. അപ്പോൾ ക്രിസ്റ്റൻ്റെ അതേ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് ഓൾഡ് ഫോർച്യൂണർ കിട്ടാണ്ട് 2010, 2011, 2012 ആ ഒരു മോഡൽ ഫോർച്യൂണറൊക്കെ ഏകദേശം ഒരു 8 ലക്ഷം, 9 ലക്ഷം, 10 ലക്ഷം രൂപേൻ്റെ അപ്രോക്സിമേറ്റ് പ്രൈസിലൊക്കെ നമുക്ക് കിട്ടാണ്ട് നല്ല ഫോർച്യൂണേഴ്സ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10-15 കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഫോർച്യൂണേഴ്സ് കിട്ടും. അത് 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇപ്പം നിലവിൽ ഇറങ്ങി കൊടുക്കുന്ന ബ്രാൻഡ് ന്യൂ ടൊയോട്ട ഫോർച്യൂണറിന്, അതായത് ഈ ഒരു ഫോർച്യൂണറിന് ഏകദേശം 50 ലക്ഷം അറൗണ്ട് വരുന്നുണ്ട്. ഇത് 2.8 ലിറ്റർ ആണ്. ആദ്യം വന്നിരുന്നത് 3 ലിറ്റർ ആണ്. പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിരുന്നു ആദ്യം വന്നിരുന്ന ടൊയോട്ട ഫോർച്യൂണറിന് വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി, റോഡ് പ്രസൻസ്, അതേപോലെ തന്നെ എന്താ പറയുക ഓഫ് റോഡ് പർപ്പസ്, വണ്ടി കുറച്ചുകൂടി മോഡിഫൈ ഒക്കെ ചെയ്ത് നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ കയറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എടുക്കേണ്ടത് ഫോർച്യൂണറാണ്. കാരണം എന്താ വെച്ചാൽ ക്രിസ്റ്റ അതേപോലെ തന്നെ ടൊയോട്ട ഇന്നോവ എന്നൊക്കെ പറഞ്ഞത് ഒരു പക്ക ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് കാർ അങ്ങനെയൊക്കെയാണ്. MPV സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതൊരു SUV വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്തിട്ട് നല്ല ഡീക്രോമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി എടുക്കാൻ നല്ലത് ഈ ഒരു ഫോർച്യൂണർ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ 10 ലക്ഷം രൂപ, 11 ലക്ഷം രൂപക്കൊക്കെ ഫോർച്യൂണേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നല്ല വണ്ടി എടുക്കുക. റേറ്റ് നല്ല കുറഞ്ഞു വെച്ചിട്ട് എഞ്ചിൻ സൈഡ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നല്ല നല്ല വണ്ടികളൊക്കെ നോക്കിയെടുക്കുക. പിന്നെ മൂന്ന് വണ്ടിയിലും മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ടൊയോട്ടൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ലോങ് ടൈം എഞ്ചിനാണ്. നല്ല സർവീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു 3 വണ്ടികളിലെ ഏറ്റവും എന്താ പറയുക സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോർച്യൂണറിന് തന്നെ ആവും. അപ്പോൾ ഫോർച്യൂണറിന് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഏകദേശം വരുന്നത് 5000-6000 രൂപ, അതായത് അപ്രോക്സിമേറ്റ് ആ ഒരു പ്രൈസൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പോൾ ടൊയോട്ട ഇന്നോവയ്ക്ക് ആണെങ്കിൽ എന്താ പറയുക കുറച്ച് കാലം നല്ലൊരു സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. നല്ല ലോങ് ടൈം റണ്ണിങ്ങും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഫാമിലി പർപ്പസിനുള്ള വണ്ടിയാണെങ്കിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ടൊയോട്ട ഇന്നോവ എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് കുറച്ചും കൂടി ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് വേണമെങ്കിൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എടുക്കുക. ക്രിസ്റ്റ ഒന്നും കൂടി പവർഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക ഇന്നോവയിൽ കിട്ടുന്ന എല്ലാ ഫ്യൂച്ചേഴ്സും ഇതിൽ കിട്ടുകയും ചെയ്യും. ഇന്നോവനേക്കാളും പവർഫുൾ ആവുകയും ചെയ്യും. ആ ഏറെക്കുറെ സെയിം എന്താ പറയുക റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഇന്നോവ ക്രിസ്റ്റയിലും കിട്ടും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ബോഡി റോൾ, അതേപോലെ തന്നെ ഓഫ് റോഡ്, അതേപോലെ തന്നെ കുറച്ച് റോഡ് പ്രസൻസ്, എന്താ പക്ക ഷോ വണ്ടി,
മോഡിഫൈ ചെയ്യാനും അതേപോലെ തന്നെ എനിക്ക് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വികാരമായിട്ട് നിൽക്കണം, അങ്ങനെ ഒരു വികാരത്തിൽ എടുക്കണമെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ടൊയോട്ട ഫോർച്യൂണർ ആയിരിക്കും. ഈ 3 വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല. മൂന്ന് കാറ്റഗറിയാണ്. ഇപ്പോൾ ടൊയോട്ട ഇന്നോവ എന്തുകൊണ്ട് പഴയ വണ്ടിയല്ലേ എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ടൊയോട്ട ഇന്നോവയിൽ കിട്ടുന്ന ആ ഒരു റൈഡിങ് കംഫോർട്ടൊന്നും മക്കളെ ഫോർച്യൂണറിൽ കിട്ടില്ല. ഫോർച്യൂണറിൽ കിട്ടില്ലായിരിക്കുമ്പോൾ ഫോർച്യൂണർ വേറെ സെഗ്മെൻറ്റാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഫോർച്യൂണർ SUV സെഗ്മെൻറ്റാണ്, അതിന് പുറമെ ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ ഫോർച്യൂണർ ഓൾഡ് മോഡലിന് ഏകദേശം വരുന്നത് 8-9 കിലോമീറ്റർ ഡീസൽ മൈലേജൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3 ലിറ്റർ ഡീസൽ എഞ്ചിന് 8-9 കിട്ടുന്നത്. പിന്നെ അതിലും പക്ക ബോഡി അതേപോലെ തന്നെ ടയറൊക്കെ ആയിട്ട് വണ്ടികൾക്ക് 7-8 കിട്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇത് 2025 ബ്രാൻഡ് ന്യൂ വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 12 ഒരു അപ്രോക്സിമേറ്റ് 10-12 കിലോമീറ്റർ മൈലേജൊക്കെയാണ് ഈ ഒരു വണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോൾ കമ്പനി പറയുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ ഫുൾ സർവീസ് ഈ വണ്ടി കഴിഞ്ഞില്ല, ഫുൾ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 13 കിലോമീറ്റർ മൈലേജൊക്കെ കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഏകദേശം 12 കിലോമീറ്റർ മൈലേജ് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ് ഈ ഒരു ഫോർച്യൂണർ. ഹെവി വെയിറ്റുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ബോഡി പക്ക ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റും അതേപോലെ തന്നെ മിഡ് സീറ്റൊക്കെ അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവും. ചെറിയ ചെറുക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ലോങ് ഡ്രൈവിൽ നിങ്ങളെ തളർത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു 3 വണ്ടികൾ ഏകദേശം ഒരേപോലെ പവർഫുള്ളായിട്ടുള്ള വണ്ടികളാണ്. കുറച്ചും കൂടി പവറുള്ള ഏറ്റവും പവർ കൂടിയ വണ്ടി ഇപ്പോൾ ഇതിൽ നിലവിലുള്ളത് ടൊയോട്ട ഫോർച്യൂണറും അതേപോലെ തന്നെ ക്രിസ്റ്റയാണ്. പിന്നെ 2500 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന നമ്മൾ നോർമൽ ഇന്നോവ. അപ്പോൾ ഈ ഒരു 3 വണ്ടികളിൽ എനിക്ക് എൻ്റെ ഒരു ചോയ്സായിട്ട് പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും ഞാൻ ബെസ്റ്റ് ചോയ്സായിട്ട് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇന്നോവനൊക്കെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ വണ്ടിയിലുണ്ട്. പിന്നെ ഇന്നോവയുടെ ഏറെക്കുറെ സാമ്യമായ ഒരു റൈഡിങ് കംഫോർട്ട് തന്നെ ആ വണ്ടിയിലുണ്ട്. പിന്നെ ഫോർച്യൂണർ പോലെ തന്നെ ഏകദേശം പവർ വരുന്ന ഒരു എഞ്ചിന് ടൊയോട്ട ക്രിസ്റ്റയിലുണ്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു 2 വണ്ടികളിലും മിഡിലിൽ നിൽക്കുന്നത് ക്രിസ്റ്റയായിട്ടാണ് തോന്നിയത്. അപ്പോൾ 2 വണ്ടികളിൽ കിട്ടാവുന്ന റൈഡിങ് കംഫോർട്ട് ആണെങ്കിൽ റൈഡിങ് കംഫോർട്ട് ഇന്നോവ പോലെ ക്രിസ്റ്റയ്ക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പവർ ആണെങ്കിൽ ഫോർച്യൂണറിൻ്റെ പോലെ പവർ ക്രിസ്റ്റയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ 2 വണ്ടികളിലും ഒരേപോലെ ഒരു സിമിലർ ആയിട്ടുള്ള 2 പവേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ക്രിസ്റ്റ. മനസ്സിലായില്ലേ? അപ്പോൾ റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ക്രിസ്റ്റ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ക്രിസ്റ്റ ആയിരിക്കും. കാരണം വെച്ചാൽ ഓഫ് റോഡ് വണ്ടി ഈ ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അതേപോലെ തന്നെ എക്സ്പെൻസ് ഒന്നും താങ്ങാൻ പറ്റില്ല. പക്ഷേ എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നവർക്കൊക്കെ എന്തായാലും ഫോർച്യൂണർ അഫോർഡബിൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ടപ്പേ എന്നുള്ള ഡീസലൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊരുത്തന് ഇത് അഫോർഡബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നില്ല. കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് പോകുക ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ വണ്ടി ക്രൈസ് ഉള്ളവർക്ക് എത്ര ഡീസൽ അതിൽ പറഞ്ഞാലും ഒരു വിഷയം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി ഫോർച്യൂണർ എടുക്കുകയാണെങ്കിൽ ഇത് കൊണ്ടു നടക്കണേ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള എൻ്റെ സിറ്റുവേഷനിൽ ഒരിക്കലും ഞാൻ ഇതിന് അഫോർഡബിൾ അല്ല. അപ്പോൾ അഫോർഡബിൾ ആകുമ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി എടുക്കും. കാരണം എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻസിൻ്റെ കാര്യത്തിൽ അത്രമാത്രം മെയിൻറ്റെയിൻസ് അധികമുള്ളൊരു വണ്ടിയൊന്നുമല്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ക്രിസ്റ്റ ആയിരിക്കും ഇതിനേക്കായി ഒന്നും കൂടി എൻ്റെ ഫാമിലിക്ക് മാച്ചായിരിക്കും. കാരണം വെച്ചാൽ ലോങ് ഡ്രൈവ് അതേപോലെ തന്നെ വീട്ടിലെ ഫാമിലി വിത്ത് ഫാമിലി ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ 7 സീറ്റർ ഒരു വെഹിക്കിളായിട്ട് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. എനിക്ക് എൻ്റെ ഒരു ചോയ്സിൽ കുറച്ച് പവർഫുള്ളായിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഏകദേശം 10-14 കിലോമീറ്റർ മൈലേജ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുക ക്രിസ്റ്റ ആയിരിക്കും. നല്ല അത്യാവശ്യം നല്ലൊരു ഫുൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ക്രിസ്റ്റ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നോവ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പക്ഷേ ക്രിസ്റ്റയ്ക്ക് ഒരിക്കലും ആ ഒരു പഴയ ഇന്നോവൻ്റെ കംഫോർട്ട് ഇല്ലാന്ന് ഏറെക്കുറെ 99% ആൾക്കാരും പറഞ്ഞത് വെച്ചാൽ ക്രിസ്റ്റയ്ക്ക് ഇന്നോവ ആദ്യം ഓൾഡ് മോഡൽ ഇന്നോവൻ്റെ അത്ര സുഖം കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നോവനേക്കായി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ക്രിസ്റ്റയ്ക്ക് ഉള്ളത്. ഇപ്പോൾ 3 വണ്ടി 3ഉം മികച്ചതാണ്. ഒരിക്കലും ഞാനൊരു വണ്ടിന് കുറ്റം പറയുന്നില്ല. കാരണം ഫോർച്യൂണറിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ ഫോർച്യൂണർ കിങ് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ക്രിസ്റ്റ എടുത്തു കഴിഞ്ഞാൽ ഫോർച്യൂണറിൻ്റെ ആ ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളും കിട്ടില്ല. പിന്നെ അത് പുറമെ ഓഫ് റോഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ 4 ആൾ നോക്കണമെങ്കിൽ അതിന് ഫോർച്യൂണർ തന്നെ വേണം. അപ്പോൾ ഞാൻ ഈ 3 വണ്ടികളെ കുറിച്ചിട്ടും ചുരുക്കിയിട്ടൊരു 3-4 സെൻറ്റൻസ് പറയാം. അപ്പോൾ ഏറ്റവും നല്ല റൈഡിങ് കംഫോർട്ടും അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് ആയിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്യൂൽ എഫിഷ്യൻസിയാണ്. നിങ്ങളെ കയ്യിലൊരു 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം രൂപ അത്രയൊക്കെ പ്രൈസ് റേഞ്ച് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല 7 സീറ്റർ ഈ ഒരു 3 എണ്ണത്തിൽ ഏറ്റവും നല്ല 7 സീറ്റർ ഇന്നോവ തന്നെ ആയിരിക്കും. ഓൾഡ് ടൈപ്പ് 2005 മുതൽ 2016 വരെ ഇറങ്ങിയ ആ ഒരു ഇന്നോവ ആയിരിക്കും.
നിങ്ങൾക്ക് ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും കാരണം അതായത് നോർമൽ ഇന്നോവനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും അതേപോലെ തന്നെ ലുക്കും കുറച്ചും കൂടി പവറും അതേപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളും ഫ്യൂൽ എഫിഷ്യൻസിയും കൂടണമെങ്കിൽ ഏകദേശം 14 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് നല്ല രീതിയിൽ ഓടിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു റൈഡിങ് ഒന്നും കൂടി പവർഫുൾ ആക്കണം, അതേപോലെ തന്നെ കുറച്ചും കൂടി ഫ്യൂച്ചേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ടൊയോട്ട ക്രിസ്റ്റ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു 10 ലക്ഷം മുതൽ ഒരു 15 ലക്ഷം രൂപയുടെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ്സ് നല്ല അടിപൊളി വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബ്രാൻഡ് ന്യൂ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 18 ലക്ഷം മുതൽ ഒരു 27 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് ന്യൂ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റൈഡിങ് കംഫോർട്ടും അതേപോലെ തന്നെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ സാമ്യം തോന്നിക്കുന്ന അതേ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനും നിങ്ങൾക്ക് അതിൽ കിട്ടും. അതായത് നമ്മൾ കൂട്ടത്തിലെ കൊമ്പൻ ടൊയോട്ട ഫോർച്യൂണറിനെ കുറിച്ച് ചുരുക്കി പറയാം. ഈ റോഡ് പ്രസൻസും അതിൻ്റേതായ ഒരു പ്രൗഡിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വേറെ ഈ രണ്ട് വണ്ടികളിലെ ഏറ്റവും ലുക്കും അതേപോലെ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീസൽ ഈ രണ്ട് നേരത്തെ പറഞ്ഞ ടൊയോട്ട ഇന്നോവയും അതേപോലെ തന്നെ MPV സെഗ്മെൻറ്റിലെ രണ്ട് വണ്ടികളാണത്. പിന്നെ ഈ SUV വരുന്ന ഈ ഒരു ഫോർച്യൂണറിന് അതിനേക്കാളും കുറച്ചും കൂടെ ഡീസൽ അധികം അടിക്കേണ്ടി വരും. കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി കുറവാണ്, എന്നാലും ഈ ഒരു വണ്ടി അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഒരു 8-9 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് കിട്ടും. പിന്നെ അതിന് പുറമെ പുതിയ വണ്ടി ബ്രാൻഡ് ന്യൂ വണ്ടിയാണെങ്കിൽ ഏകദേശം 10-11-12 കിലോമീറ്റർ ഒക്കെ ഡീസൽ മൈലേജ് കിട്ടും. നമ്മൾ ഈ ഒരു എന്താ പറയുക കാളക്കൂറ്റിന് കുറച്ച് റൈഡിങ് കംഫോർട്ട് കുറവാണ്. ആ ഒരു രണ്ട് വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് റൈഡിങ് കംഫോർട്ട് കുറവാണ്. കാരണം വെച്ചാൽ അത് രണ്ടും MPV സെഗ്മെൻറ്റിൽ വണ്ടിയാണ്, ഇത് ഓഫ് റോഡറായ SUV സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്, ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതിൽ വെച്ച് നല്ലൊരു കാറിന് തന്നെയാണ് നമ്മളെ ഈ ഒരു ഫോർച്യൂണർ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് റേഞ്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർച്യൂണർ അഫോർഡബിൾ ആണ്. കുറച്ച് ഒരു ലേശം ഡീസൽ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ അടിക്കേണ്ടി വരും. അങ്ങനെ ഒരു എന്താ പറയുക റോഡ് പ്രസൻസും അതേപോലെ തന്നെ ആ ഒരു പ്രൗഢിത്യം ആണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഫോർച്യൂണർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫോർച്യൂണർ നമ്പർ 1. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഫോർച്യൂണറിനാണ് ഒന്നാമത്തെ. പിന്നെ അതേപോലെ ഏറ്റവും റൈഡിങ് കംഫോർട്ട് എനിക്ക് ഇതിൽ ഓടിച്ചപ്പോൾ ഫോർച്യൂണർ അതേപോലെ തന്നെ ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എന്താ പറയുക കൂടുതൽ ലോങ് ഡ്രൈവ് ഇരിക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ട് തോന്നിയത് ഇന്നോവ തന്നെയാണ്, ഓൾഡ് ഇന്നോവ തന്നെയാണ്. അപ്പോൾ അതിൽ അവൻ തന്നെയാണ് നമ്പർ 1. പിന്നെ എന്താ പറയുക ഇതിൽ രണ്ടും കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക ടൊയോട്ട ക്രിസ്റ്റയിൽ കിട്ടും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ക്രിസ്റ്റ ഒന്നുകൂടി ഇതിലും രണ്ട് വണ്ടിയിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി കാറായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് ഈ രണ്ട് വണ്ടികളിലും കുറച്ചും കൂടി ഇഷ്ടം തോന്നിയത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയോടാണ്. പിന്നെ ഫോർച്യൂണർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇന്നോവ. അപ്പോൾ ഇതും 3 വണ്ടി എൻ്റെ ഫേവറേറ്റ് വണ്ടികളാണ്. അപ്പോൾ ഈ ഒരു 3 വണ്ടികൾ എനിക്ക് വെറുതെ തരികയാണെങ്കിൽ ഞാൻ ആദ്യം പോയി എടുക്കുക ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ആയിരിക്കും. കാരണം വെച്ചാൽ എൻ്റെ ഫാമിലിക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു കാറാണ്. ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനെ കൂട്ടി പോകാൻ പറ്റിയ പൊളപ്പം കാർ. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല പക്കാ പിരിവിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാറാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ എന്താ വെച്ചാൽ ലുക്കിന് ലുക്കും പവറിന് പവറും ഫ്യൂൽ എഫിഷ്യൻസിക്കാണെങ്കിൽ അങ്ങനെയും. പിന്നെ എന്താ പറയുക അപ്ഗ്രേഡ് ആയിട്ടുള്ള ഇന്നോവനേക്കാളും കുറച്ചുകൂടി അടിപൊളി ഫ്യൂച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ടൊയോട്ട ഫോർച്യൂണർ പോലെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എല്ലാം കൂടി മിക്സാണ് ടൊയോട്ട ക്രിസ്റ്റയിൽ എനിക്ക് തോന്നിയത്. സെയിം എഞ്ചിൻസ് അല്ല, കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിൽ കിട്ടാവുന്ന നമുക്ക് രണ്ട് സൈഡും നമുക്ക് ബോത്തായിട്ട് നമുക്ക് കിട്ടും, റൈഡിങ് കംഫോർട്ടും കിട്ടും പവറും കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ക്രിസ്റ്റ എടുക്കാനായിരിക്കും എൻ്റെ ഒപ്പീനിയൻ. എനിക്ക് ചിലപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടം ടൊയോട്ട ഫോർച്യൂണർ എടുക്കാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ എന്താ പറയുക വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, നമ്മൾ ചാനൽ സപ്പോർട്ട് ആക്കണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം. ബൈ.